മലപ്പുറം കാളികാവിൽ വീണ്ടും കടുവയുടെ ആക്രമണം. പുല്ലങ്കോട് സ്വദേശി കുമ്മാളി നാസറിന്റെ പശുവിനെ കടുവ ആക്രമിച്ചു. കാലികളെ മേയ്ക്കുന്നതിനിടെ കടുവയെ കണ്ടതോടെ നാസർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. 2 ആഴ്ച മുൻപാണ് ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കൊലപ്പെടുത്തിയ കടുവയെ മേഖലയിൽ നിന്ന് പിടികൂടിയത്. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജംഷീർ, ഒരു കടുവയുടെ പ്രശ്നം 2 ആഴ്ച മുമ്പ് തീർന്നതേയുള്ളൂ. അപ്പോഴിതാ വീണ്ടും മറ്റൊരു കടുവ കൂടി എത്തിയിരിക്കുന്നു ജനവാസ മേഖലയിൽ. തീർച്ചയായിട്ടും അമൃത, ആളുകൾ ഏറെ ആശങ്കയിലാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ആഴ്ച മുൻപാണ് കാളിക്കാവിൽ നിന്ന് ഒരു കടുവയെ പിടിച്ചു കൊണ്ടുപോയത്. ഗഫൂറിനെ കൊലപ്പെടുത്തിയ കടുവയെ മേഖലയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഒരു കടുവ ഈ പ്രദേശത്ത് വന്നിരിക്കുന്നു. മാത്രമല്ല, പട്ടപ്പകൽ ഈ കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ആളുകളെ ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുത്തുന്നത്. ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് കാളിക്കാവിലെ പുല്ലങ്കോട് എസ്റ്റേറ്റിലായിരുന്നു എസ്റ്റേറ്റിലെ 52-ാം ഡിവിഷൻ ഭാഗത്ത് വെച്ചാണ് പശുവിന് നേരെ ആക്രമണം ഉണ്ടായത്. എസ്റ്റേറ്റ് തൊഴിലാളിയായ കുമ്മാളി ഖാലിദിന്റെ ഉടമസ്ഥയിലുള്ള പശുവാണ്. ഈ പശുവിനെ പുല്ലങ്കോട് സ്വദേശിയായ തയ്യിൽ നാസർ ആയിരുന്നു മേച്ചിരുന്നത്. വേറെയും പശുക്കൾ ഉണ്ടായിരുന്നു. ഇവിടെ മേയ്ക്കുന്നതിനിടെ പശുവിന്റെ കഴുത്തിലേക്ക് കടുവ ചാടി വീഴുകയും കടിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. ഈ സമയം നാസർ ഓടി രക്ഷപ്പെടുകയും അതോടൊപ്പം തന്നെ ബഹളം വെക്കുകയും ചെയ്തു. ഇതോടെ കടുവ ഈ പശുവിനെ ഉപേക്ഷിച്ച് ഇപ്പോൾ കടന്നു പോവുകയായിരുന്നു. പശുവിന്റെ കഴുത്തിൽ ആഴത്തിലുള്ള പല്ലുകൊണ്ട മുറിവുകളുണ്ട്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി കടുവയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഏതായാലും പട്ടാപ്പകൽ കടുവയുടെ ആക്രമണം ഉണ്ടായതോടെ വലിയ ആശങ്കയിലാണ് പ്രദേശത്ത് നാട്ടുകാർ. അമൃത. ശരി ജംഷീർ.